ഹരി ഓം. വ്യാസോച്ചിഷ്ടം ജഗത് സർവം. ഭാരതത്തിലെ ആദ്യമായിട്ടാണ് കൽക്കി മഹായാഗം നടക്കുന്നത്. ലോക നന്മയ്ക്കും ലോക സമാധാനത്തിനും വേണ്ടി കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കൽക്കി മഹായാഗം തിരുവനന്തപുരം കോട്ടുകാൽ തെങ്കവിള ദേവീക്ഷേത്ര സന്നിധിയിൽ 2024 ഡിസംബർ 26 മുതൽ 2025 ജനുവരി 1 വരെ ദേവാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നടത്തുന്നു. സംഭൂജ സ്വാമിജി സദ്ഗുരു വ്യാസ പരമാത്മാ മഠം മഠാധിപതി വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിലാണ് കൽക്കി മഹായാഗം നടത്തുന്നത്. തിരുവനന്തപുരം മന്നം ഹാളിൽ നടന്ന പത്രസമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ PR മോഹനൻ, ട്രസ്റ്റ് ഡയറക്ടർ G ഗോപാലകൃഷ്ണപിള്ള, യജ്ഞാചാര്യ സ്വാമി സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി, സഹ ആചാര്യൻ ഉണ്ണിസ്വാമി, സ്വാമി കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ഇക്കാര്യം അറിയിക്കുകയും കുടുംബം തോറുകളും ദരിദ്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ഏത് വശത്ത് നോക്കിയും കൃഷികളും വിളവുകളും കാര്യസമയത്ത് ഉണ്ടാവില്ല, കാലാകാലങ്ങളിൽ മഴയുണ്ടാവില്ല. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഭഗവാൻ വേദവ്യാസ ഭഗവാൻ 8000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാഗവതത്തിൽ കൂടെ പറയുന്നുണ്ട്. അതിനെ എന്താണ് പോകുന്ന വഴി, മാനവർക്ക് അതുകൊണ്ട് എങ്ങനെയാണ് ശാന്തിയും സമാധാനമായിട്ട് കലിയുഗത്തിൽ ജീവിക്കുക എന്നുള്ളതിനെ നാമസങ്കീർത്തനം, ഹരിനാമ സങ്കീർത്തനവും ശിവനാമ സങ്കീർത്തനവും യജ്ഞം, പൂജ എന്നുള്ള വിധികളോടുകൂടി നിരവധി യജ്ഞങ്ങൾ നടത്താനാണ് ഭാഗവത്തിലൂടെ പറയുന്നത്. കൽക്കി മഹായാഗത്തിന് പ്രസക്തി എന്താണ് പറഞ്ഞാൽ, ഇത് കലിയുഗമായതുകൊണ്ട് ഭഗവാൻ എല്ലാവിധത്തിലും ശീഘ്രം ഫലസിദ്ധി ഉണ്ടാകണമെങ്കിൽ കൽക്കി മഹായാഗം ചെയ്താൽ അതിൽ അനുകൂലമായ അവസ്ഥ മാനവരാശിക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിശദമായൊരു കൽക്കി മഹായാഗം ചെയ്യുന്നത്. ഈ കൽക്കി മഹായാഗം കോയമ്പത്തൂർ ഭാഗത്ത് ചെയ്യാമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതിനെ യാദൃശ്യമായിട്ട് ഇന്നിതിനെ ഓർഗനൈസേഷൻ ചെയ്തിട്ടുള്ള മോഹൻജി പാലക്കാട് വന്ന് എന്നെ കാണുകയും ഇതൊരു യജ്ഞം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നടത്തിക്കൂടാ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഭഗവാന്റെ പൂർണ്ണമായിട്ട് രൂപം പത്മനാഭനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഈ പത്മനാഭൻ്റെ പൂർണ്ണ രൂപത്തിൽ നിന്നാണ് വിശേഷമായിട്ടും 10 അവതാരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മത്സ്യം, കൂർണം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമ, ശ്രീരാമ, ബലരാമ, ശ്രീകൃഷ്ണ, കൽക്കി. അപ്പോൾ ഈ കൽക്കി മഹായാഗം തിരുവനന്തപുരത്ത് നടത്തണമെന്ന് എന്നുള്ളത് പ്രകൃതിയുടെ ആവശ്യമാകും, ഭഗവാന്റെ നിമിത്തമാണ്. കഴിഞ്ഞ 30 വർഷമായി ലോകനന്മയ്ക്കും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഭാരതത്തിലും പുറത്തുള്ള രാജ്യങ്ങൾക്ക് ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ട് ചിറ്റൂർ വ്യാസ പരമാത്മ മഠത്തിൽ നിന്ന് മഹായജ്ഞവേദികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇത്രയും മഹത്തായ ഒരു യജ്ഞം നടത്തുന്നതിന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകൾ ഉണ്ടാകണം. ഇത് എല്ലാവർക്കും മാനവരാശിക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബൃഹത്തായ ഒരു യജ്ഞം ഇവിടെ നടക്കുന്നത്. അതിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ പത്രം മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും സുഹൃത്തം ചെയ്ത ആളുകളാണ് നിങ്ങളെല്ലാവരും എന്ന് ഞാൻ പറയാം. നമ്മുടെ ഉദ്ദേശമൊന്നുമില്ല, നിങ്ങളും ഞാനും ഈ അരിക്കുന്ന പറവ മുതൽ അരിക്കുന്ന ഇറുമ്പ് മുതൽ പറക്കുന്ന പറവ വരെയും ശാന്തിയും സമാധാനവുമായി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മഹത്തായ ഒരു കൽക്കി മഹായാഗം നിങ്ങളുടെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കൽക്കി യാഗം നടക്കുന്നത് 7 ദിവസമായിട്ടാണ് മഹത്തായ യജ്ഞം നടക്കുന്നത്. ആദ്യം 26-ാം തീയതി മുതൽ യജ്ഞാചാര്യന് പൂർണ്ണകുംഭം നൽകി വരവേൽപ്പിച്ചുകൊണ്ട് ശ്രീ പത്മനാഭൻ്റെ സന്നിധിയിൽ നിന്നാണ് നമ്മൾ ആ ദീപം കൊണ്ടുവന്ന് യജ്ഞശാലയിൽ യജ്ഞത്തിനെ പ്രജ്വലനം ചെയ്യുന്നത്. നമ്മൾ സാധാരണ അരണി കടഞ്ഞിട്ടാണ് യജ്ഞങ്ങൾ പലവിടെയും നടത്തുന്നതെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഏത് ഭാഗത്താണോ ക്ഷേത്രം അവിടെ വിശേഷമായിട്ട് നടക്കുന്നത് ആ ക്ഷേത്രത്തിൽ നിന്ന് ആണ് ഇത് നമ്മൾ കൊണ്ടുവരികയും പ്രത്യേകിച്ച് കൽക്കി യാഗത്തിന് പൂർണ്ണരൂപമായ പത്മനാഭൻ്റെ സന്നിധിയിൽ നിന്ന് ആ ദീപം കൊണ്ടുവന്നിട്ടാണ് ഈ യജ്ഞശാല തുടക്കം കുറിക്കുന്നത്. അപ്പം 31-ാം തീയതിയാണ് അതിൻ്റെ പൂർണ്ണാഹുതി നടക്കുക. ലാസ്റ്റ് ദിവസം 5:30 മുതൽ സ്റ്റാർട്ടാകുന്ന ആ പൂർണ്ണാഹുതിയിൽ നിരവധി ഹോമയജ്ഞങ്ങൾക്കുള്ള സാധനങ്ങൾ, അതിലെ ഹവിസുകൾ നമ്മളതിൽ അർപ്പിക്കുന്നതാണ്. നിരവധി ചമതകൾ അതിനകത്തിടും. അതുമാതിരി നെയ്യ്, ശുദ്ധമായ പശു നെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 7 ദിവസം ഈ പശു നെയ്യും ഈ ചമതകളൊക്കെ ഈ യജ്ഞശാലയിൽ യജ്ഞകുണ്ടത്തിൽ ഹോമിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ പ്രത്യേകതരൊരു മാറ്റങ്ങളുണ്ടായി, ഒരു ഊർജം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവുകളെല്ലാം മാറി ഓക്സിജൻ ഉണ്ടാകുന്നത് ശാസ്ത്രീയമായിട്ട് സയൻസാണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഈ യജ്ഞം വളരെ വിശേഷമായിട്ട് നടക്കുകയാണ്. കോട്ടുകാൽ തെങ്കവിള ദേവീക്ഷേത്രത്തിൻ്റെ സന്നിധിയുള്ള മൈതാനത്ത് വെച്ചിട്ടാണ് യജ്ഞം നടക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് ഫസ്റ്റ് ദിവസം വന്നിട്ട് ഗണപതി ഹോമത്തോടുകൂടി പ്രോഗ്രാം വന്ന് സ്റ്റാർട്ടാകും. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് യജ്ഞം സ്റ്റോപ്പില്ല. യജ്ഞം ഈ 27-ാം തീയതി കാലത്ത് തുടങ്ങുന്ന യജ്ഞം
ഈ 5 ദിവസങ്ങൾ വിടാതെ തീ അണയാതെ അഗ്നി സൂക്ഷിച്ചുകൊണ്ട് ഫുൾ ടൈമായിട്ട് രാത്രിയും പകലുമായിട്ട് യജ്ഞം നടന്നുകൊണ്ടേയിരിക്കും. 5 യാഗകുണ്ഡത്തിലായിട്ടാണ് ഇത് നമ്മൾ പ്രതിനിധാനം ചെയ്തിരിക്കുന്നത്. 5 എന്ന സങ്കല്പം, ഒന്ന് വലിയ കുണ്ഡം വന്നിട്ട് കൽക്കി ഭഗവാന്റെയും, മത്സ്യം, കൂർമ്മം, വരാഹം തൊട്ടങ്ങനെ 10 ദശാവതാര മൂർത്തികൾ കൊണ്ടുവന്നിട്ട് ലാസ്റ്റായിട്ട് കൽക്കി ഭഗവാനെ സമർപ്പണം, അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. മുഖ്യ ആചാര്യൻ ഞാനാണ്. വ്യാസാനന്ദ ശിവയോഗിയാണ് എൻ്റെ പേര്. പാലക്കാടാണ്. ആശ്രമ ആത്രേയ വ്യാസ തപോവനത്തിലെ മഠാധിപതിയാണ്. സഹാചാര്യനായിട്ട് ഉണ്ണിസ്വാമി. അന്നദാനം കണ്ടിന്യൂ ആയിട്ട് അന്നദാനം ഉണ്ടാവും, പ്രസാദ വിതരണങ്ങളുണ്ട്. പിന്നെ ജനങ്ങൾക്ക് നേരിട്ട് വരുന്ന ഭക്തന്മാർക്ക് നേരിട്ട് യജ്ഞശാലയിൽ കയറി വന്ന് യജ്ഞകുണ്ഡത്തിൽ ഹോമിക്കാനുള്ള അവസരം എല്ലാവർക്കും അതിലൊരു പ്രത്യേക വിശേഷമാണ്. സാധാരണ യജ്ഞശാലകളിൽ ആരും പോകാറില്ല, പക്ഷെ എല്ലാവർക്കും നേരിട്ട് വന്നിട്ട് അതിൽ യജ്ഞിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും.